അങ്ങനെ നമ്മൾ ഒരു ഫുൾ ജേർണി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നെയ്യാറ്റിൻകരയും കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. പെരിങ്കടവിള എന്നാണ് പറയുന്നത്. ഇതാണ് കാവ്യയുടെ വീട്. കാവ്യ പഠിച്ച് വളർന്ന് ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ള വീടാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഭയങ്കര സ്പെഷ്യൽ പേഴ്സന്റെ വീട്ടിലാണ്. ദിസ് ഇസ് കാവ്യ കൃഷ്ണൻ. ഇപ്രാവശ്യത്തെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 749th റാങ്ക് നേടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ആൻഡ് കാവ്യയുടെ ഈ വീട്ടിൽ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഒത്തിരി കാഴ്ചകളും കാര്യങ്ങളും കണ്ടു. ആൻഡ് ഐ ഫീൽ വെരി വാലിഡേറ്റഡ്. ഇങ്ങനെയുള്ള ഒരാൾക്ക് അത് കിട്ടേണ്ടതാണ്. എന്താ പറയുക, ചെറുപ്പം തൊട്ടേ ഉള്ള അവാർഡുകൾ ഇവിടെ നമ്മൾ കണ്ടു. ഒരു കുടുംബം മൊത്തം എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാവ്യയുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ കാവ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാവ്യൻ്റെ ഫ്രണ്ട്സ്, റീഡിംഗ് റൂമിലെ ആൾക്കാർ, കാവ്യയുടെ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, എവ്രിബഡി ഈസ് സോ ഹാപ്പി ദറ്റ് കാവ്യ ഹാസ് മേഡ് ഇറ്റ് ഇൻ ടു ദ ലിസ്റ്റ്. അങ്ങനെയുള്ള റിസൾട്ടുകൾ ഭയങ്കര റെയർ ആയിരിക്കും കേട്ടോ. കാരണം ഒരു ലിറ്ററലി നമ്മൾ പറയും ഒരു ഫുൾ കമ്മ്യൂണിറ്റി, ഒരു ഫുൾ വില്ലേജ് തന്നെ ഒരാളെ റിസൾട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. അതാണ് കാവ്യേൻ്റെ റിസൾട്ട്. ആൻഡ് കാവ്യ നമ്മുടെ ക്ലാസ് റൂം പ്രോഗ്രാം സ്റ്റുഡൻ്റ് ആണ്. മാർച്ച് 2023 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് അപ്പം നമുക്ക് കാവ്യനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് അറിയാം. കാവ്യയുടെ ഈ നേട്ടത്തിലേക്കുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത്, ഹൗ ഡു യു ഫീൽ നൗ? എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് തോന്നുന്നത്. കാരണം ഞാൻ പഠിക്കാന്നതിലുപരി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. അതിലേറ്റവും പ്രിവിലേജ്ഡ് ആണ് ഞാൻ. അത്രയും സപ്പോർട്ട് വേറൊരു സ്റ്റുഡൻറ്റിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒത്തിരി ഫിനാൻഷ്യൽ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കയറണം എന്ന് ജെനുവിനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര്, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ജൂനിയേഴ്സ്, സീനിയേഴ്സ്, പിന്നെ വളരെ ബ്രീഫ് പീരീഡിൽ മാത്രം എന്നെ അറിയാവുന്നവർ, അങ്ങനെ ഒത്തിരി പേര് ജെനുവിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത്രയും സപ്പോർട്ട് വരുമ്പോൾ എനിക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വന്നു. ഞാൻ എപ്പോഴായാലും കയറും. അതിപ്പോൾ എനിക്ക് എത്ര കഴിവുണ്ടെന്നല്ല, പക്ഷെ ആൾക്കാർ എന്നിൽ വിശ്വസിക്കണമെങ്കിൽ എന്തൊരു സാധനമുണ്ട്. അപ്പൊ ആ ഒരു ബിലീഫായിരുന്നു എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. കാവ്യ ഇപ്പൊ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഈ വിജയം നേടിയിട്ടുള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് എടുത്തു ചോദിക്കുന്ന ഒരു സാധനമാണ്, ഈ പരീക്ഷയുടെ വിജയമെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടിലും ഏറ്റവും ആൾക്കാരെ തകർത്ത് കളഞ്ഞ് പോകുന്നത് ഇതിന്റെ പരാജയങ്ങളാണ്. അങ്ങനെ ഒരു പരാജയം കാവ്യ നേരിട്ടിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയ സമയത്ത് പ്രിലിംസിന് ഭയങ്കര ചെറിയ മാർക്കിന്റെ മാർജിനിലാണ് കാവ്യക്ക് പ്രിലിംസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹൗ ഡിഡ് യു ഓവർകം ദറ്റ്? അത് ആ ഒരു വീഴ്ച ഞാൻ വിചാരിച്ചു ഞാൻ ക്ലിയർ ചെയ്യും. അപ്പോൾ ഞാൻ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ പെട്ടെന്നില്ല. ഞാൻ എൻ്റെ ഒരു വർഷം മൊത്തത്തിൽ എക്സാം എനിക്ക് അത്ര ഇഷ്ടമാണ്, UPSC എക്സാം. ഞാൻ അതിനു വേണ്ടി എല്ലാം ഇപ്പോൾ ഫ്രണ്ട്സിനോട് വളരെ കുറച്ച്, ഹരിത, അങ്ങനെ കുറച്ച് പേരോട് മാത്രമേ ഞാൻ കോണ്ടാക്ട് വെച്ചുള്ളൂ. നമ്പർ വരെ മാറ്റി. ഞാൻ അത്രയും സോഷ്യലായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ എല്ലാതും ഇപ്പോൾ വേറെ സീരീസ് ഒന്നും കാണത്തില്ല. അങ്ങനെ വളരെ ഞാൻ തന്നെ റെസ്ട്രിക്റ്റ് ആയി. അപ്പം അത്രയും ഞാൻ എഫേർട്ട് ഇട്ടിട്ടും എക്സാം പോയി എന്നായപ്പോൾ വൈ ഡിഡ് യു ചൂസ് ഐലേൺ ബൈ ദ വേ? കാരണം അതിനൊരു പ്രസക്തി ഉണ്ട്. അതിലുണ്ട് ഒത്തിരി കുട്ടികൾ വരാറുണ്ട്. ബട്ട് യു ട്രൈഡ് മേക്കിംഗ്, യു ആർ നോട്ട് കമ്മിങ് ഫ്രം എ പ്ലേസ് ഓഫ് ലോട്ട് ഓഫ് ഒത്തിരി റിസോഴ്സസ് ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എന്നാൽ ശരി ഞാൻ ഐലേണിൽ പോവാം എന്ന് പറഞ്ഞൊരാളല്ല. യു ഹാവ് വെരി ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് യു ഡിസൈഡഡ് ടു പുട്ട് ദോസ് റിസോഴ്സ്. ആ റിസോഴ്സസ് ഐലേണിൽ തന്നെ വെച്ച് അവിടുന്ന് പഠിക്കാമെന്ന് തീരുമാനിച്ച ഒരാളാണ്. ദാറ്റ് മീൻസ് ആ ഡിസിഷൻ അത്യാവശ്യം നല്ല പോലെ തോട്ട് കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണോ? ആൻഡ് അങ്ങനെ ആണെങ്കിൽ വൈ ഡിഡ് യു ചൂസ് ഐലേൺ? ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ് ഔട്ട് ആയതിനു ശേഷം 2023. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ എവിടെ കോച്ചിങ് എടുക്കണം അങ്ങനെ ഒന്ന് നോക്കിയായിരുന്നു.
അപ്പൊ എന്തായാലും ഡൽഹി പോവാൻ അത് ആ ഒരു പ്ലാൻ എൻ്റെ മൈൻഡിലേ ഇല്ലായിരുന്നു. എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ നിന്ന് പഠിക്കണം. ആ ടൈമില് കുറച്ച് നല്ല റിസൾട്ട് ഐലേണിലുണ്ടായി. പ്രത്യേകിച്ചും എനിക്ക് പാരൻസിന്റെ ഫെലിസിറ്റേഷൻ വീഡിയോ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തു. എന്നുവെച്ചാല് എനിക്ക് പിന്നെ എൻ്റെ റിസൾട്ടിനെക്കാളും എൻ്റെ വീട്ടുകാരിട്ട ആ ഒരു എഫേർട്ട് എനിക്ക് കാണിക്കണം. അപ്പോൾ അതിന് ആ ഒരു ഏരിയ കൂടെ ഐലേൺ കവർ ചെയ്തത് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ ആ സമയത്തെ റിസൾട്ട് ശ്രീതു മാമിന്റെയും തസ്നി മാമിന്റെയും ഒക്കെ ആ ഒരു ടൈമിലേ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അന്നേ ഞാൻ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഐലേൺ. ഒന്ന് കോഴ്സ് പാസ്സാവുക, ഐലേണിൽ ജോയിൻ ചെയ്യുക. ആ ടൈമിൽ ഫെബ്രുവരി ബാച്ച് എനിക്ക് ഓർമ്മയില്ല ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഏറ്റവും ഞാൻ പാസ് ഔട്ടായി ഉടനെയുള്ള ബാച്ച് മാർച്ച്. അപ്പൊ ഞാൻ മാർച്ചിൽ തന്നെ ജോയിൻ ചെയ്തു. മാർച്ചിൽ തന്നെ പഠിച്ചു തുടങ്ങി. 15, 16 ആ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നോട്ട് തന്നെ പഠിച്ചു തുടങ്ങി. ഇപ്പൊ പാസ്റ്റ് റിസൾട്ട്സ് നോക്കിയിട്ടായിരുന്നു ആ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ വന്നതിന് ശേഷം ഉള്ള ആ ഒരു ജേർണി, കാരണം ഒത്തിരി കുട്ടികൾ പറഞ്ഞ് നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ഐലേണിൽ വന്നു കഴിയുമ്പോൾ ഐലേൺ ഒരു ഭയങ്കര അവിടെ നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് ഷെഡ്യൂളാണ്. ക്ലാസ്, ടെസ്റ്റ്, പിന്നെ ആൻസർ ചെയ്ത മെന്ററിനെ കാണുക, അങ്ങനെ ഫുള്ളി പാക്ഡ് ആണ്. ഐലേണ്ട് വളരെ പ്ലാൻഡ് ആണ്, ഒരു സ്ട്രക്ചേർഡ് ആണ് എല്ലാ ക്ലാസിന്റെ കാര്യം. ഇപ്പോൾ ഒരു ദിവസം 2 ക്ലാസ് ആണെങ്കിൽ അത് ഏതൊക്കെയാണ് നമുക്ക് ഒരാഴ്ച മുന്നേ അറിയാൻ പറ്റും. അപ്പൊ ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ആ ഒരാഴ്ച നമ്മൾ എന്താ പഠിക്കേണ്ടത്, അതൊക്കെ ഓൾറെഡി സെറ്റാ. പിന്നെ അതുപോലെ മെന്റർഷിപ്പ് ആണെങ്കിലും അതൊക്കെ ഓൾറെഡി നേരത്തെ പറയും. പിന്നെ ടെസ്റ്റിന്റെ കാര്യമാണെങ്കിലും അത് ഒരു മൈക്രോ പ്ലാൻസ് വരെ നമുക്ക് തരും, ഒരു ഡെയിലി കുറച്ച് പോർഷൻ. അപ്പോൾ ഒത്തിരി നമുക്കൊരു പ്ലാൻ ഇല്ലാതെ പഠിക്കുന്നതിനേക്കാളും ഒരു ദിവസം ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ പ്ലാൻ ഇല്ലാത്തൊരു കുട്ടിക്ക് പോലും, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വന്തമായിട്ട് പ്ലാൻ ഇടാൻ പറ്റത്തില്ല. അപ്പോ ഒരു ഇച്ചിരി പോർഷനും ഒരു 5 ക്വസ്റ്റ്യൻ നമ്മുടെ ഗ്രൂപ്പിൽ വരും, ഒരു 5 ക്വസ്റ്റ്യൻ പോള് പോലത്തെ രീതിയിൽ. അപ്പൊ അതും ചെയ്യുമ്പോഴത്തേക്കും തീർന്നു. അതിനപ്പുറം ഒത്തിരി വേറെ പഠിച്ചില്ലെങ്കിലും ഒരു തൃപ്തിയായി, കുറച്ചെങ്കിലും നോക്കി കവേർഡ് ആയി. ആ ഒരു രീതിക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ് അതിൽ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒത്തിരി കുട്ടികൾക്ക് അവരുടെ പ്രിപ്പറേഷനിൽ സ്ട്രെസ് എന്നുള്ളൊരു ഫാക്ടർ വരുന്നത് കോഴ്സിന്റെ സ്ട്രക്ചർ ഒരു വഴിക്ക് പോവും. അവര് ആ കോഴ്സിന്റെ സ്ട്രക്ചറിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഒരു പ്ലാൻ ഇടാൻ വേണ്ടി ശ്രമിക്കും. പലപ്പോഴും കുട്ടികൾക്ക് എല്ലാ ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ ഒരു നല്ല പ്ലാൻ ഇടണം എന്നുള്ളത്. അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവർക്ക് ആ പ്ലാൻ കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ മെന്റലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും ഇത്. അപ്പൊ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി നമുക്ക് ഈ പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെതായ ടെൻഷൻസ് വേറെ ഉണ്ട്. ഇതിൻ്റെ എന്താവും, ഇതിൻ്റെ റിസൾട്ട് എന്താവും, ഇതിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു സാധനം ഉള്ളപ്പോൾ ആ ഭാഗത്തെ സ്ട്രെസ് ഉണ്ടായി കാണില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും, അത് നമുക്ക് എന്തായാലും ഒബ്വിയസ് ആണ്. ബട്ട് ഈ ഒരു രീതിക്കുള്ള സ്ട്രെസ്സുകൾ എന്തായാലും ഉണ്ടായി കാണില്ലല്ലോ. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ മാർച്ച് ബാച്ചാണ്, ജനുവരി ആയപ്പോൾ തന്നെ പോർഷൻ കഴിഞ്ഞു. ഞങ്ങളുടെ ബാച്ചിന് വളരെ കൂടുതൽ സമയം കിട്ടി റിവൈസ് ചെയ്യാനും ഒക്കെ. കറക്റ്റ് ടൈമിൽ നമുക്ക് നേരത്തെ നമ്മളോട് പറഞ്ഞായിരുന്നു ഡിസംബറിൽ തീർക്കും എന്ന് പറഞ്ഞു. അത്രയും വേണമെങ്കിൽ തീർക്കായിരുന്നു. പക്ഷെ ഇടയ്ക്ക് കുറച്ച് ഹെൽത്ത് എമർജൻസി കുറച്ച് ഫാക്കൽറ്റീസിന് വന്നുകൊണ്ട് മാത്രമാണ് ജനുവരിയിലോട്ടായത്. അതും വളരെ നേരത്തെ തന്നെ തീർന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമുക്കൊരു സമയവും കിട്ടി. ഹൗ ഇമ്പോർട്ടന്റ് ഇസ് മെന്റർഷിപ്പ് ഫോർ ദിസ് ജേർണി? ദിസ് ഇസ് നോട്ട് ഫോർ us. ലൈക്ക് ഒത്തിരി ആൾക്കാർക്ക് മെന്റർഷിപ്പ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അത് വേണോ? ഒത്തിരി കുട്ടികൾക്ക് വേറൊരു സംശയം കൂടി ഉണ്ടാവാറുണ്ട്, ഞാൻ എവിടെയെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണോ? അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നോ? കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ട, ഞാൻ സ്വന്തം പഠിക്കാന്നുണ്ടായിരുന്നോ? എനിക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം എന്ന് അഭിപ്രായമുള്ള ആളാണ് ഞാൻ പേഴ്സണലി. കാരണം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ സയൻസ് സബ്ജക്റ്റാണ് പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് എക്കണോമിയൊന്നും ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റാത്തൊരു രീതിയാണ്. ഇപ്പോൾ പൊളിറ്റി ആണെങ്കിൽ പോലും നമുക്ക് ലക്ഷ്മികാന്ത് വായിച്ചാലേ എനിക്ക് തോന്നുന്നില്ല എനിക്കത് പറ്റും, ഒരാൾ പറഞ്ഞു തരാതെ എനിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ കോൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണെങ്കിൽ കുറച്ചൊരാൾ പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് പേഴ്സണലി ഒരു കോച്ചിങ്ങിൻ്റെ ഞാനത് അവൈൽ ചെയ്ത ഒരാളുമാണ്, എനിക്കതിൽ റിസൾട്ടും ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്ന ഡേറ്റ ഉള്ളവരാണെങ്കിൽ ഓക്കെ, അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് സ്റ്റഡിക്ക് പോവാം. പക്ഷെ അല്ലാതെ ഇതുപോലെ വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഒരു കോച്ചിങ് എടുക്കുന്നതിൽ തെറ്റില്ല. കാവ്യ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു ചെറിയൊരു സ്പാർക്കിൽ നിന്ന്, കോളേജിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ചെറിയൊരു സ്പാർക്കിൽ നിന്ന് വന്നൊരു ഡ്രീമാണ് എന്നുള്ളത്. ഒത്തിരി കുട്ടികൾ കോളേജിൽ ഉള്ളപ്പോൾ തന്നെ ഇതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാറുണ്ട്.
അതിനോട് എങ്ങനെയാണ്, ഡു യു തിങ്ക് അത് നെസസറി ആണെന്നോ, അതിനെ കൊണ്ട് ഗുണം ഉണ്ടാവാം? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാവ്യക്കനെ ചില സമയത്ത് തോന്നിയിട്ടുണ്ടാവില്ലേ, കുറച്ച് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ എന്നുള്ളൊരു ഫീലിംഗ് അങ്ങനെ തോന്നാറുണ്ടായിരുന്നോ പ്രിപ്പറേഷനിൽ എപ്പോഴെങ്കിലും ഒക്കെ? എനിക്ക് PCMന്റെ കാര്യത്തിൽ അത് തോന്നിയിട്ടില്ല. പക്ഷെ ഓപ്ഷണൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഓപ്ഷണൽ കുറച്ച് ലോഡുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ അഥവാ ക്ലിയർ ചെയ്തിരുന്നെങ്കിലും എനിക്ക് ഉറപ്പാ മെയിൻസ് ഞാൻ പാസ്സാവില്ല. കാരണം ഓപ്ഷണൽ ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓപ്ഷണൽ കുറച്ച് നേരത്തെ പഠിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. നല്ല PCMന്റെ കാര്യത്തിൽ എനിക്ക് ആ ഡൗട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ചോദിക്കാനുള്ളൊരു കാര്യം ഇതെനിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്തും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ കാണുന്ന സമയത്തും ഒക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എസ്പെഷ്യലി എൻ്റെ വിമൻ സ്റ്റുഡൻസ് ഹു കം ടു മീ. ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഈ എക്സാം ഡിഫിക്കൾട്ടാണ്, പക്ഷേ ഫോർ സർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ദിസ് ഇസ് മോർ ഡിഫിക്കൾട്ട്. ഐ തിങ്ക് ഫോർ വിമൻ ഇറ്റ് ക്യാൻ ഗെറ്റ് എ ലോട്ട് ഡിഫിക്കൾട്ട്. കാരണം ഈ എക്സാം എന്ന് പറയുന്നതിൻ്റെ സൈക്കിൾ ഒരു വർഷം എന്നെല്ലാം പറയും, പക്ഷെ ഇതൊരു 1.5 വർഷമാണ്. അതിൻ്റെ മൊത്തം നോട്ടിഫിക്കേഷൻ വരുന്ന തൊട്ട് റിസൾട്ട് എത്തി അതിൻ്റെ അകത്ത് സക്സസ്ഫുൾ ആവുന്ന വരെ ഒരു 1.5 ഇയർ എടുക്കും. ആ ഒരു ടൈമിൻ്റെ പ്രിവിലേജ് ഒന്നും നമ്മുടെ നാട്ടിൽ ഒത്തിരി പെൺകുട്ടികൾക്ക് കിട്ടാറില്ല. വെരി ലക്കിലി ഫോർ യു, യു ആർ സച്ച് എ ഫോർച്ചുനേറ്റ് പേഴ്സൺ, യു ഹാവ് ഹാഡ് ദാറ്റ് പ്രിവിലേജ്. പക്ഷെ അങ്ങനെ കിട്ടാറില്ല പൊതുവെ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഹെൽപ്ഫുൾ ആയത് ഐ തിങ്ക് ഇറ്റ്സ് യുവർ ഫാദർ ആൻഡ് യുവർ ബ്രദർ ആൻഡ് മദർ ആൻഡ് എവ്രി വൺ. ആ ഒരു രീതി ആൾക്കാർ ഈ എക്സാമിനും പെൺകുട്ടികൾക്ക് അത് ഡിഫിക്കൽട്ട് ആക്കുന്ന ഒരു സാധനത്തിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഷുഡ് ഇറ്റ് ബി മെയ്ഡ് എ ലിറ്റിൽ ബിറ്റ് മോർ ഈസിയർ? കാരണം ഇതൊരു പാസ്സായി, ഇതിപ്പം ഞാൻ ഈ ക്വസ്റ്റിന് റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉള്ളത് തിരുവനന്തപുരത്തുള്ള ഒരു ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇവിടെ ചുറ്റുവട്ടത്തും ഉള്ള ഒരു ഐഡിയാസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നടക്കുമ്പോൾ ഒക്കെ കാണാം. ഇവിടെ ഐ ഡോണ്ട് തിങ്ക് പെൺകുട്ടികൾ പഠിക്കാനോ പെൺകുട്ടികളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണുന്നില്ല. അപ്പോൾ ബട്ട് യു കെയിം ഫ്രം ഹിയർ, വാട്ട് ഡു യു ഹാവ് ടു ടെൽ ടു ദ പീപ്പിൾ, ദ ഫ്യൂച്ചർ വിമൻ ഹു വാണ്ട് ടു കം ഇൻ ടു ലൈക്ക് ദിസ്? മാം പറഞ്ഞ പോലെ പ്രത്യേകിച്ചും ഗ്രാമപ്രദേശത്ത് നിന്ന് ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്വേർഡ് ആയ കുട്ടികൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് അത് ഗേൾസ് ആണെങ്കിൽ പല ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ, അതല്ലേ സേഫ്? എനിക്കും ആ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ പേരൻസിനോട് അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് സാധിക്കുന്ന ആ ഒരു ട്രസ്റ്റ് അവർക്കുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ പാരൻസ് ഞങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല, ഇതുപോലെ അവർ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്, ഞങ്ങളോട് PGക്ക് പോകാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ. അപ്പം നിങ്ങളത് കൺവേ ചെയ്യും. പിന്നെ അതുപോലെ ഇതൊരു മ്യൂച്വൽ പ്രോസസ്സാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞത്. നമ്മുടെ പാരൻസ് ഏജ് ആവുന്നു, അതിനനുസരിച്ച് നമ്മൾ ഏജ് ആവുന്നു. ഒരു മ്യൂച്വൽ ഗീവ് ആൻഡ് ടേക്കിൽ കൂടെ നമുക്കത് പറ്റുള്ളൂ. അപ്പം ആ ഒരു ട്രസ്റ്റ് തമ്മിൽ ബിൽഡ് ആവുകയാണെങ്കിൽ ഷുവറായിട്ട് ആ സപ്പോർട്ട് നമുക്ക് കിട്ടും, നമുക്ക് സേഫ് ആയിട്ട് പഠിക്കാനും പറ്റും. ഇതിൻ്റെ അകത്ത് എനിക്ക് ഇനി സംസാരിക്കാനും ഒക്കെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, കാവ്യക്കൊരു ഭയങ്കര ഒരു പില്ലർ പോലെ നിൽക്കുന്ന ഒരു അനിയനുണ്ട്. കണ്ണൻ എന്നാണ് കാവ്യ വിളിക്കാറ്, അടൽജി എന്നാണ് നമ്മളെല്ലാരും അറിയുന്നത്. കാവ്യയുടെ മാസ് അനിയനാണിത് കണ്ണൻ. ആളിങ്ങനെ നിൽക്കുന്നതെന്നേ ഉള്ളൂ. എന്താണ് ഇന്നലെ കാവ്യ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഈ റിസൾട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഇറ്റ് സ്റ്റേഡ് വിത്ത് മീ സോ മച്ച്. എൻ്റെ അനിയനാണ് എന്നെ പഠിപ്പിക്കുന്നത്. അത് ഐ ഡോണ്ട് നോ, എനിക്കത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അനിയൻ എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളെക്കാട്ടിലും 3.5 വയസ്സ് ഇളയതായിട്ടുള്ള ഒരാള്, അയാൾ നമ്മളെ പഠിപ്പിക്കുകയാണെന്ന് പറയുന്നു. ആൻഡ് ഹൗ യുവർ ഫാദർ ഇറ്റ്സെൽഫ് ഇസ് എക്സെപ്ഷണൽ. ആ അച്ഛനെ കണ്ട് വളർന്നുകൊണ്ടാണോ അടലും ഇത്രയും എക്സെപ്ഷണൽ ആയത്? 4 വർഷം ചെയ്യണത് ഞാനും കൂടെ ഉണ്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു. പറഞ്ഞിട്ട് ചേച്ചിയും പറഞ്ഞില്ലേ ഇതേപോലെ അച്ഛൻ്റെ ഒരു കഷ്ടപ്പാട് നമ്മളുടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് പഠിച്ചത്. അങ്ങനെ ഓരോന്ന് ആയി പറ്റിയതാണ്. ഇങ്ങനെ ഇമ്മച്യൂരിറ്റി എന്ന് ഞാൻ മെച്യൂർ ആയത് ആ ഒരു കേസിലെ ചേച്ചിയോട് ആ 4 വർഷത്തിൽ ഇന്നപ്പോഴാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ ആ ടൈമില് ഇപ്പൊ കാവ്യ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് പ്രോബ്ലി യു വുഡ് ബി വർക്കിംഗ് ഓർ സംതിങ്, റൈറ്റ്? അങ്ങനെയല്ലേ? ടൈമിൽ വർക്കിംഗ് ആ ടൈം കുറച്ചൊക്കെ പോയി സബ്വേയിലും പോയിരുന്നു, സ്വിഗ്ഗി ഓടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ആ ടൈമില് നമ്മള് റെന്റിന് തന്നെ ഇപ്പൊ അവിടെ ആദ്യം തന്നെ ഫുഡിന്റെയും പിന്നെ ബാക്കി റെന്റും കൂടെ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. വീട്ടിൽ നിന്ന് അച്ഛൻ ചാലയിൽ നിന്ന് ഇറങ്ങിയ ടൈമായിരുന്നു. ഇപ്പം
ഇവിടുത്തെ ചോദിക്കുന്നതിനും ഒരു ലിമിറ്റില്ല. അച്ഛനും ഇപ്പം ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ നമ്മൾ രണ്ടുപേരും വളർത്തിയത്. ഇപ്പം ഇപ്പം സ്കൂളിൽ ഫീസായാലും ഒരു ടൈം പറയും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അടയ്ക്കും, ചടച്ചിരിക്കും. ഇങ്ങനെ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ കുറച്ച് വസ്തു ഉണ്ടായിരുന്നു, റബ്ബറും ആ ടൈമിൽ റബ്ബറും ഉണ്ടായിരുന്നു, പിന്നെ പശുവിൻ. ഇതൊക്കെ നോക്കി അച്ഛൻ നമ്മൾ വളർത്തിയത്. അറിഞ്ഞുകൂടെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും ഇതുവരെ എത്തിച്ചത്. അച്ഛനാണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞ ആ സാധനമായിരുന്നു, എങ്ങനെയായിരുന്നു അത്? മറ്റേ രാധാകൃഷ്ണൻ ഈസ് ഡിഫിക്കൽട്ട്. പുള്ളിയൊരു മാജിക് ആണ്. എങ്ങനെയാ നടക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ എല്ലാം അങ്ങ് നടക്കും. ഒരു വിശ്വാസം. ഇപ്പൊ എന്റെ അടുത്താല ചേച്ചിയുടെ അടുത്താലും നിങ്ങൾക്ക് എന്ത് പഠിക്കണോ, പൈസ നോക്കണ്ട, അത് എന്താ പഠിക്കണമെന്നും ചോദിക്കത്തില്ല. ഇപ്പൊ സിവിൽ സർവീസ് അതിനെപ്പറ്റി ആധികാരികമായിട്ട് ഇപ്പൊ ഞാൻ പല പാരന്റ്സും അതിനെപ്പറ്റി ഇൻഡെപ്ത് എവിടെയാണ് ഏറ്റവും ബെസ്റ്റ്, അങ്ങനെ അവർക്ക് എല്ലാം ഏതൊക്കെ സബ്ജക്ട് ഉണ്ടെന്ന് എത്ര പേപ്പർ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. എന്നോട് എത്ര ഒരു മോക്കിന് എത്ര മാർക്കാ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ആകപ്പാടെ വിളിച്ചിട്ട് മക്കളെ നീ ഫുഡ് കഴിച്ചോ, ഇങ്ങനെ നേരത്തെ ഉറങ്ങണം, കൂടുതൽ ഇരിക്കരുത്, ഇത് മാത്രം. അമ്മയാണെങ്കിൽ അച്ഛനാണെങ്കിൽ ഇത് മാത്രം. അവർക്ക് വേറെ അറിയില്ല. അത്രയും ട്രസ്റ്റാണ് ഞങ്ങളില്. ഇപ്പൊ ഇവനാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾ ചെയ്തോളും. ഞങ്ങൾ ആവശ്യമില്ലാത്തൊരു കാര്യം ചോദിക്കത്തില്ല എന്നൊരു ട്രസ്റ്റാ. പണ്ടോട്ടേ അങ്ങനെയാ. എന്നോട് അങ്ങനെ ചോദിക്കാറില്ല എന്താണ്. അല്ലാതെ നമ്മളൊരു ഗോൾ അടിച്ചേൽപ്പിക്കുക. പിന്നെ ഞാനൊരു കണ്ടൊരു കാര്യം എന്ന് വെച്ചാല്, പ്രത്യേകിച്ചും ഞങ്ങളുടെ ഏരിയയിൽ ഒത്തിരി പേര് ചുമട്ട് തൊഴിലാളികളുണ്ട്. അപ്പം പക്ഷെ പല ഫാമിലീസിൽ ആ ഒരു ജനറേഷണൽ ട്രോമ പാസ്സാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രയും ബ്ലെസ്ഡ് ആണ്, എനിക്ക് ആ സാധനം കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അത് അച്ഛൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, കുറേ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ വെച്ച് കട്ടായി. ഞങ്ങൾക്ക് വേറൊരു ലൈഫാ, ഞങ്ങൾ മെയിനാണ്. വേറെ എനിക്കറിയില്ല. ഇപ്പൊ പല ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടുത്തെ ലോകവും ഇവിടുത്തെ ലോകവും, ഈ കൊച്ചു ലോകവും ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പം പലയിടത്തും ചിലർക്ക് ഫ്രീഡം ഇല്ല, പുറത്തു പോകാൻ, നൈറ്റ് പുറത്തു പോകാൻ പ്രശ്നമാണ്. ഇവിടെ പറഞ്ഞില്ലെങ്കിലും ഞാനിപ്പോ ദൂരെയാണ്, ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടായിരിക്കും പറഞ്ഞു ഞാൻ ഇവിടെ എത്തി. കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ തിരിച്ചു വരാൻ പൈസയുണ്ടോ, ഇത്രയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അത് എന്താണ് പുള്ളിയുടെ മൈൻഡിലെന്ന് എനിക്കറിയില്ല. പല സമയത്ത് ഞങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്, പല ഫിലോസഫി ഇറക്കിയിട്ട്. ആണോ ഫിലോസഫി ഒക്കെ ഇങ്ങനെ പല സമയത്ത് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് പറഞ്ഞു. ആണോ? അല്ല, അച്ഛൻ ഓൾറെഡി ഒരു ചെറിയ ഡോസ് നമുക്ക് ആൾക്ക് ഇത് എവിടെന്നാ കിട്ടിയത്. അപ്പോ അച്ഛൻ പറഞ്ഞു വെച്ചാൽ അവിടെ ഇപ്പോ ചാല മാർക്കറ്റില് വരുന്നവര് പല ആൾക്കാരാണ്. നല്ല പഠിപ്പും വിവരമുള്ള ആൾക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്. അപ്പൊ അവരോട് അത്രയും ഇടപഴകിയിട്ടുള്ള ആളാണ്. അപ്പൊ ഇവിടുന്ന് കിട്ടുന്നതൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞു ഏതെങ്കിലും ഫിലോസഫി ഇപ്പൊ മറ്റേ മനസ്സിൽ, അതായത് ഓക്കെ ഇതാണ് എന്റെയും ഫിലോസഫി അങ്ങനെയും? പിന്നെ ബാക്കിയെല്ലാവരും വിട്ടു പ്രഷർ, നമ്മൾ രണ്ടുപേരും പ്രഷറൈസ് ചെയ്തിട്ടില്ല. ജോലിയിൽ ഇപ്പം നീ ജോലി ഇതാക്കണം അങ്ങനെ. ഇപ്പൊ 2-3 ദിവസമായിട്ട് വയ്യാത്തോണ്ട് പിന്നെ പറയും ബുദ്ധിമുട്ടുണ്ട് കെയർ, എന്തെങ്കിലും ജോലി പെടുന്ന കെയർ. ഇപ്പം കുറച്ച് ദിവസം, അല്ലാതെ രണ്ടുപേരും ഇവരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോ ഇത്രയും വർഷമായി, ഞാനൊരു വലിയൊരു കോഴ്സാ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായി. പക്ഷെ ഇതുവരെയും ആ പ്രഷർ എൻ്റെ തന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ റിസൾട്ട് വരുന്ന 2-ാം തീയതി തൊട്ട് പറയുക. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞാ ഇങ്ങനെ ഇന്റർവ്യൂ കുറച്ച് പ്രശ്നമായി, കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോഴും അച്ഛൻ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്താ, കുഴപ്പമില്ല, ഇവിടെ ആഹാരമുണ്ട്, നിനക്ക് വന്നിരിക്കുക, നീ ആരെ പേടിക്കുന്നു, അങ്ങനെയാ ചോദിക്കുന്നത്. നീ ആരെ പേടിക്കുന്നത്? കാരണം ഇപ്പൊ എനിക്ക് വളരെ കുറച്ച് പേരോടെ എനിക്ക് ആ ഒരു നന്ദി കാണിക്കേണ്ടതുള്ളൂ. എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് പേര് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് വളരെ റാൻഡമായിട്ട്. അവരോട് മാത്രമേ ഞാനൊരു നന്ദി കാണിക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ ആരെയും ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പഠിച്ചാൽ മതി. അതാണ് അച്ഛൻ എപ്പോഴും പറയുന്നത്. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എപ്പോ വേണമെങ്കിലും വീടുണ്ടല്ലോ, കയറി കിടക്കാൻ ഒരു വീടുണ്ട്, പിന്നെ നമ്മളെന്താ പേടിക്കേണ്ട? പിന്നെ ഒരു അച്ഛനുണ്ട്, പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട. പുള്ളി ഒരു ഷീൽഡാണ്. ഇപ്പൊ നാട്ടുകാരൊക്കെ പല ചോദ്യങ്ങൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ കഴിഞ്ഞാൽ അത് എന്നിലെത്താറില്ല. അമ്മയോട് ചോദിക്കുന്നതൊക്കെ അമ്മ ഇങ്ങനെ ചിലപ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛന് വരുന്ന അച്ഛൻ അവിടെ സ്ക്രീനാ, നമുക്കത് ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചേച്ചി ഇത്രയും, ഐ തിങ്ക് ചേച്ചിനെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നതിനകത്ത് യു ഹാഡ് എ റോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ എന്തായാലും കേട്ട് കാണില്ലേ വീട്ടിൽ നടക്കാനും. കാവ്യ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിന്റെ, ഇവൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് ഇവൻ എന്തായാലും ഈ ഡിസ്കഷൻസ് ഒക്കെ കേൾക്കില്ലേ? അപ്പോ ഹൗ ഡു യു അത് കേൾക്കുന്ന സമയത്ത് ഓക്കെ ഇത് ചേച്ചിനി പറയിക്കേണ്ട കാര്യമില്ല, ഇതിവിടെ തീർക്കേണ്ട സാധനമാണ്, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടാണോ അങ്ങ് മുന്നോട്ടേക്ക് പോവാറ്? ഇപ്പോ എങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ചേച്ചി ഇപ്പം പഠിക്കല്ലേ, ഇപ്പം ഒരാളെങ്കിലും പെടുന്ന ആദ്യം കയറിയ അത്രയും നല്ലതല്ലേ? ഫുൾ പ്രതീക്ഷയായിരുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നു.
ഞാനല്ല കേട്ടോ കരയിപ്പിക്കുന്നത്. ചേച്ചി പറഞ്ഞു ഞാൻ അറിയുവാണ് ഞാൻ കരയിപ്പിക്കുന്നത്. ആദ്യമേ പറഞ്ഞു ചേച്ചിക്ക് ഇരുന്ന് എടുത്തിടല്ലേ പോവും. മതി, ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് കാരണം ഇത്രയേ ഉള്ളൂ. ഈ ഒരു സപ്പോർട്ട് സാധനം ഒത്തിരി ആൾക്കാർ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഈ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അത് കണ്ടിട്ടാണെങ്കിലും എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്ന അനിയന്മാരോ ചേച്ചിമാരോ അവരുടെ എന്താ പറയാ ഫാമിലിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരത് കണ്ടിട്ട് കുറച്ചും കൂടി ഒന്ന് റീതിങ്ക് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു മനസ്സിനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൊടാൻ പറ്റില്ലേ, അതിന് വേണ്ടിയിട്ടാ. മനസ്സിലായില്ലേ? എനിക്കൊരു ഇന്റർവ്യൂവിന് വന്നതും അവനാണ്, അവിടെ വന്നതും എല്ലാം അവനാണ്. എല്ലാത്തിനും ഓടി നടക്കുന്ന. പിന്നെ ഞാന് അനിയനോടാവുമ്പോ എന്റെ വേറൊരു സൈഡ് കാണിക്കല്ലോ, ഒരു ഭയങ്കര ചിലപ്പോ റൂഡാവും, ഭയങ്കര കുട്ടിക്കളി കളിക്കും. ഇപ്പൊ എല്ലാം മാനേജ് ചെയ്യുന്നത് അവനാണ്. എല്ലാ ചെറിയ കാര്യങ്ങളും, ഇപ്പം ഫോട്ടോസ്റ്റാറ്റ് തുടങ്ങി എല്ലാം ഞാനിങ്ങനെ എഴുതി കൊടുക്കും, എടുത്തിട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിഴലായിട്ട് എല്ലാവർക്കും അറിയാം. എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എന്റെ അനിയനെ അറിയാം. അങ്ങനെ എല്ലാവർക്കും ഇപ്പം UPSC സർക്കിളിലുള്ളവർക്കായാലും എന്നെ അറിയുന്നവർക്കെല്ലാം പരിചിതമായ മുഖമാണ്, അല്ലാതെ പുതിയതായിട്ടുള്ള ആളല്ല. അടലിനെ എല്ലാവർക്കും അറിയാം. ചിലപ്പം കണ്ണനെന്നായിരിക്കും അറിയുന്നത് എല്ലാവർക്കും. എന്റെ കോളേജ് ഫ്രണ്ട്സിനാണെങ്കിലും ഹരിതയ്ക്കാണെങ്കിലും ഒക്കെ ഭയങ്കര കൂടുതൽ സംസാരിക്കത്തില്ല, പക്ഷെ എന്തോ ഒരു ഐ തിങ്ക് നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ട്. കാരണം എന്തോ എനിക്കിപ്പോ നിങ്ങളെ കാണുമ്പോൾ എൻ്റെ വീട്ടിലെ കുട്ടികൾ എന്നുള്ളൊരു ഫീലിംഗ് ആണ്, എൻ്റെ ആരൊക്കെയോ ആണ് എന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. അത് തന്നെയാന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവേണ്ട ഒരു റീസൺ. കൊള്ളാം. ഓക്കെ, ഞാനൊന്നും ചോദിക്കുന്നില്ല ഇനി. ഓക്കെ, നമുക്ക്